നിലവിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ സാധിച്ചില്ല. അങ്ങനെയാണ് അറിയപ്പെട്ടത്. അതായത് ഈ ഏകദേശം ജനങ്ങളിങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണല്ലോ, അപ്പോൾ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഭയങ്കര സാഹചര്യം ഇല്ലാന്ന് അറിയപ്പെട്ടത്. ഈ ജെർക്കിങ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു 10 കൂടി നടന്നു വന്നാണ് ജനങ്ങൾ മൊത്തം. അത് കറക്റ്റായിട്ട് ഈ ഏരിയയിലുള്ളവർക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് വന്നല്ല. തീർച്ചയായും ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിദഗ്ധരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി അതിന്റെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ പ്രതികൾ ഈ കാണുന്ന കടയിലാണ് കൂടുതൽ ഇത്തരത്തിൽ ജെർക്കിംഗ് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടുത്തെ ഷീറ്റൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ അണങ്ങി എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മലയ്ക്ക് കീഴിലാണ് ഈ ഒരു കടയുള്ളത്, ഈ ഭാഗത്ത് ആണ്. ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു പ്രകമ്പനം ഈ ഒരു കടയ്ക്കുണ്ടായത് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. എന്തായാലും വളരെ ആശങ്കയോടുകൂടി ഇവിടെ ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഇനി സംഭവിക്കുന്നത് വലിയ ദുരന്തത്തെ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ആശങ്കയ്ക്കിടയാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും മറ്റു പ്രതികരണം കൂടി നമുക്ക് തേടാം. ഈ കടയിലെ ആ ചേട്ടന്റെ പ്രതികരണത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെയുള്ള ആളുകൾ കൂടി കുറച്ചുകൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ ഇവിടെ സ്ഥലത്തുള്ളതാണോ? ഞാൻ ഇവിടെ ഉള്ള ആളാണ്. അമ്പലത്തിലായിരുന്നു സംഭവം നടക്കുമ്പോ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ജർക്ക് ചെയ്തിരുന്നു. ഇഞ്ചിക്കട സണ്ണി പറഞ്ഞു ഇങ്ങനെ ജർക്ക് ചെയ്തിട്ടുണ്ട്, അമ്പലത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ കുഴപ്പമൊന്നുമില്ല. ഒരു വീട്ടിലൊരു പിഞ്ഞാണ് ഇങ്ങനെ നിലത്തിയാടി കിടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ അങ്ങനെയായിരുന്നു? അങ്ങനെ അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിലാർക്കും ഉണ്ടായിരുന്നോ? ഇല്ല, വൈഫ് ഇവിടെ തൊഴിലുറപ്പിന് പോയായിരുന്നു. ഞാൻ അമ്പലയിൽ പോയായിരുന്നു ആ സമയത്ത്. പാത്രങ്ങൾ താഴെ ഒരു കിണ്ണം താഴെ കിടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും അങ്ങനെ തന്നെയാണ്. അതായത് ചില വീടുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ജെർക്കിംഗ് ഉണ്ടാവുകയും ചില പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതെന്നാണ് പറയുന്നത്. ചേച്ചി, ഇപ്പോ ഈ സൗണ്ടിന്റെ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. കട തുറക്കാനായ സമയത്താണ്. അപ്പൊ സൗണ്ട് ഇങ്ങനെ ഇടി മുഴക്കുമ്പോലേ കേട്ടുന്നു. അപ്പൊ മൂപ്പർക്കാണ് അവിടെ ഇതിന്റെ മേലെ ജെർക്കിംഗ് ഉണ്ടായിന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ജെർക്കിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. കാരണം ഇവിടെ കുലുങ്ങാൻ പറ്റിയതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. സൗണ്ട് കേട്ടിരുന്നു. അപ്പൊ ഇടിയാന്നാ വിചാരിച്ചത്. അതിനുശേഷം എങ്ങനെയാ ഇത് അറിയുന്നത്? ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നോ? അതിന് ചാനലുകാര് വയനാട് ന്യൂസിന്റെ ബിനു വന്നിരുന്നു. അപ്പൊ അവനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവനറിയിച്ചതായിരിക്കാം ചാനലുകളൊക്കെ. എന്താണ് നേരത്തെ വിചാരിച്ചത്? എങ്ങനെയാ ഇടിമുഴക്കം ഉണ്ടായി എന്നുള്ള രീതിയായിരിക്കും? എന്താന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നതിന് മുന്നേ ആ ജെർക്കിംഗ് നിന്നു. നമുക്ക് എന്താന്നറിയില്ല. പിന്നെ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ച് വരാൻ അന്വേഷിച്ചു. പിന്നെ തെക്കൻകൊല്ലി ഭാഗത്ത് സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിന്നെ അങ്ങനെ അങ്ങ് എല്ലാവരും എത്തിപ്പെട്ടത്. ഈ ഭാഗത്ത് അങ്ങനെ ചേച്ചിയുടെ വീട് എവിടെ? എവിടുന്ന്? ഞങ്ങളുടെ അടുത്തല്ല. മൂപ്പരുടെ വൈഫാണ് ഞാൻ. കടയിലെ അവിടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിരുന്നോ? വീട്ടിലാരുമില്ല. കുട്ടികൾ പഠിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ കടയിലേക്ക് പോരും. അത് തന്നെയാണ്. എന്തായാലും ആ ഭാഗത്തുള്ള കടയിൽ ചെറിയ രീതിയിലുള്ള ജെർക്കിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ആ ചേട്ടനോട് കൂടി നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ തേടാമെന്ന് ഭവ്യ കരുതുന്നു. എന്തായാലും അവിടെയാണ് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ജെർക്കിംഗ് ഉണ്ടായത്. ആ ചേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു സംഭവം ഇങ്ങനെ? ഇത് ഒരു 10 മണി സമയമായപ്പോഴാണ്. ഞാൻ കടന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു മോൾ ഭാഗത്തുനിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ കടന്റെ ഈ ഫ്രണ്ടിലെ ഷീറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ജർക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറ്റി കുരങ്ങന്റെ ശല്യം ഉണ്ട്. അപ്പൊ കുരങ്ങന്തി ഓടിയായിരിക്കും വിചാരിച്ചു. അപ്പൊ കുറെ ശ്രദ്ധിച്ചു നോക്കുമ്പോ പിന്നെ ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പൊ പേർക്ക് എന്റെ തോന്നലാന്ന് വിചാരിച്ചാൽ. അപ്പൊ ഞാൻ ഇരിക്കുന്ന സമയത്ത് പിന്നെ നോക്കും. അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇടക്കൽ ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് തന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അവർ സൗണ്ട് കേട്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. എനിക്കിങ്ങനെ നമ്മൾ ഈ മട്ടിപ്പാറയൊക്കെ ഉപ്പിട്ട് വെടിവെക്കുന്ന സമയത്ത് ഭും എന്നുകൊണ്ട് ഇങ്ങനെ പൊന്തും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ വേറെ പാറ ഇറങ്ങി പൊട്ടിക്കുന്നുണ്ടോ അങ്ങനെ എന്താ. അപ്പൊ അവർക്കും അങ്ങനത്തെ ഭയങ്കര സൗണ്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അപ്പൊ അവരെ എന്നെ വിളിച്ചത്. അങ്ങനെയൊക്കെ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇവിടെയുള്ള ആളുകൾക്ക് മലയുടെ മുകളിൽ നിന്നാണ് ഫീൽ ചെയ്തത്. ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങ് തോവരവല ആ ഭാഗത്തുനിന്നുള്ള പോലെയാണ് അങ്ങോട്ടുള്ളവർക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അപ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലായത് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ മെമ്പറൊക്കെ അറിയിച്ചു. വില്ലേജിൽ നിന്ന് ആള് വന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലേക്ക് ആളുകൾ ഈ കേട്ടറിഞ്ഞെത്തിയത്. ഈ മുൻകാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊരിക്കലും ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആ മലയാളം മത്സരം അന്നൊക്കെ പേപ്പറിലൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. ചെറിയൊരു ചലനം, അന്നിങ്ങനെ സൗണ്ടൊന്നുമില്ല, ഒരു ചെറിയൊരു ചലനം ഉണ്ടായെന്ന് ഒരു ഫീൽ, അങ്ങനത്തെ ഒരു ഫീൽ. അതിൽ ഇതിനു മുമ്പ് അങ്ങനെ വേറെ ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇല്ലല്ല. അപ്പൊ തന്നെ ഇപ്പൊ ഈ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞത്?
ഉദ്യോഗസ്ഥരെ പേടിക്കാനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ആദ്യം വില്ലേജിന്റെ ആൾക്കാർ വന്ന പറഞ്ഞ സമയത്ത് ചിലപ്പോൾ മാറേണ്ടി വരും എന്ന് പറഞ്ഞു. മേടുന്നുള്ള റിപ്പോർട്ട് മാറി താമസിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. ഇപ്പം അമ്പലയിൽ ഇതിന്റെ ഈ ചലനത്തിന്റെ രേഖപ്പെടുത്തിയെന്നാണ് പറഞ്ഞ കേട്ടത്. അമ്പലയിൽ അഗ്രികൾച്ചർ ഫാമില് ഭൂചലനത്തിന്റെ രേഖപ്പെടുത്തിയെന്നാണ് പറഞ്ഞ കേട്ടത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് ഇപ്പൊ അവർ പറഞ്ഞു. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്താന്നുള്ളത് അറിയില്ല. ആളുകളൊക്കെ ഭയപ്പാടിലാണ്. ഈ സമയത്ത് ഏതെങ്കിലും കോറികളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ല, ഇവിടെ ഈ കോറികളൊന്നുമില്ല. കോറികളൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർത്തിപ്പോയതാ. കോറികളൊന്നും ഇല്ല ഇവിടെ. കോറികളൊക്കെ പണ്ട് നമ്മൾ ഇവിടെ വ്യാപകമായി കോറികൾ വന്ന സമയത്ത് ഇവിടെയുള്ള ഈ പ്രദേശവാസികളെ കൂടെ പിന്നെ സമയം നടത്തിയിട്ട് അന്ന് ഈ അടക്കൽ കേവ് ഇതിന്റെ തൊട്ടപ്പുറത്താണ്. അപ്പൊ അതിന്റെ സുരക്ഷ മാനിച്ചിട്ട് ഇവിടെയുള്ള കോറികളൊക്കെ നിർത്തിപ്പോയതാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഭൂമിക്കുള്ളിൽ നിന്നുണ്ടായ സൗണ്ട് തന്നെ പറയാം. പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടിട്ടുള്ളത്. നിലവിൽ എന്തെങ്കിലും മാറി താമസിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? വില്ലേജിൽ നിന്നുള്ള ആൾ വന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ മാറി താമസിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മേലെ നിന്നിട്ടുള്ള റിപ്പോർട്ട് എന്നാ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല, കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം ഇതിപ്പോ ആൾക്കാർ വന്നത് അന്വേഷിച്ചു വിട്ടുള്ളൂ. MLA വിളിച്ചിരുന്നു. MLA വിളിച്ച സമയത്ത് പറഞ്ഞു അതിന്റെ ജിയോളജിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് എന്താ ചെയ്യാം എന്ന് MLA വിളിച്ചു പറഞ്ഞിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. സൗണ്ട് ഉണ്ടായിരുന്നു. മോന് 2ാം നിലന്റെ മുകളിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അവന് പിന്നെ ഇതില് പിന്നെ ഇതില് നെറ്റ്വർക്കിന്റെ പണി. അപ്പൊ അവന് കോൾ ചെയ്ത് കൊടുക്കുമ്പോ സൗണ്ട് കേട്ട് അവൻ താഴെ ഓടി ഇറങ്ങി. എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ റോഡിന്റെ മുകളിൽ വെക്കുമ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്. ഭയങ്കര പൊട്ടുന്ന സൗണ്ട് ആയിട്ട്. എത്ര നേരം ഉണ്ടായിരുന്നു? ഒരു 10 സെക്കൻഡ്. 2 തവണയായിട്ടാണ്. ഒരു ആദ്യം ചെറുതൊരു സൗണ്ട് വന്നു, പിന്നെ ഒരു വലിയ സൗണ്ടാണ് വന്നത്. ഒരു പിന്നെ കോറിയിലൊക്കെ വെടിപൊട്ടിക്കൂലേ, അതേമാതിരി സൗണ്ട് മൊത്തത്തിലും കാണുന്നു, മുഴങ്ങി കേട്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവിടെ പറയുന്ന പോലെ തന്നെ വലിയ ആശങ്കയുണ്ട്. കാരണം ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് അതിനെ നിന്ന് കരകയറുന്നുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സൗണ്ടുകൾ ഇവിടെ കേട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ ജെർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥരെത്തി ഒരുപക്ഷെ ചിലപ്പോൾ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത് അറിയിക്കാം എന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെത്തി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പരിശോധനകൾ നടക്കുന്നേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് നടക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ ആളുകൾ വലിയ പേടിയോടുകൂടി ഇവിടെ റോഡിലുമൊക്കെയായി ഇറങ്ങി നിൽക്കുകയാണ്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ള വലിയ ഒരു ദൌത്യമുണ്ട്. കാരണം ഏകദേശം 400-ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ദൌത്യമായി തന്നെ മാറുകയും ചെയ്യും. വലിയ വെല്ലുവിളി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും തന്നെ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്തുണ്ടായ ഒരു 10 സെക്കൻഡ് നേരം മാത്രമാണ് ഇത്തരത്തിൽ 2 തവണ ഈ സൗണ്ട് ഉണ്ടാകുന്നത്. എന്തായാലും അത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. എങ്കിലും ഇനി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് എന്താണ് സംഭവിച്ചത്, ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ബൈബിയ അതാണ് സാഹചര്യം. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, ഇത് ഏത് തരത്തിലുള്ള പ്രകമ്പനമാണ്, എന്തിന്റെ സൂചനയാണ് എന്നൊക്കെ അതിന്റെ വിവരങ്ങൾ കൃത്യമായി നൽകേണ്ടത്. ഇത് ശാസ്ത്രീയമായി പരിശോധിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജിയോളജി വകുപ്പിനടക്കമുള്ളവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ.